This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. OTV 24/7 നമുക്കിപ്പം ഉള്ളത് വിപിൻ രാമദാസ് ആണ്. നമസ്കാരം വിപിൻ, സ്വാഗതം. ഒരാളും ഉടനീളം ആ ഒരാളല്ല, വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് പേര്, നമ്മുടെ കഥയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ അല്ലേ? പിന്നെ ഈ അതിലെ പുസ്തകത്തിന്റെ ഈ ഒരു കവർ പേജും ഓരോരുത്തരും ചവിട്ടി മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ്. എന്താണ് ഈ കഥയിലേക്കുള്ള വഴികൾ? എന്താണ് ഈ പേര്? ഈ പേരിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റക്കൊരാൾ, ഒരാള് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ഒരു മാനസിക സംഘർഷങ്ങളിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളാണ് ഇതിൽ കഥകളായിട്ട്. പ്രവാസത്തിലുള്ള ആൾക്കാരുടേതാണോ? അങ്ങനെയല്ല, പല തരത്തില് ജീവിത സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന പല ആളുകൾ. പക്ഷെ നമ്മൾ ഒറ്റക്കൊരാളെന്ന് പറയുമ്പോൾ അതിനടിയിൽ എഴുതിക്കുന്ന ടൈഗ്രാം പോലെ ഒരാളുടനീളം ആ ഒരാളല്ല. അതായത് നമ്മളൊരാളുടെ കഥ പറയുമ്പോൾ അയാൾ ഒറ്റപ്പെട്ടുപോയ സാഹചര്യത്തിൽ നിന്ന് കഥ പറയുന്നുണ്ട്. അതുപോലെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത് മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മരുഭൂമി പണിയുന്നവൻ എന്ന പറഞ്ഞൊരു കഥയിലാണ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ കഥ തുടങ്ങുന്നത്. അപ്പോൾ മരുഭൂമിയാക്കി ഒറ്റക്കായി പോകുന്ന മനുഷ്യനെ പറ്റിയാണ് ആദ്യ കഥയിൽ പറയുന്നത്. രണ്ടാമത് ഈ മരങ്ങളിലെ ഒറ്റപ്പെടലുകളുണ്ട്. രണ്ടാമത്തെ കഥ പറയുന്നത് മരങ്ങൾ ഈ മുറിച്ച് ബിൽഡിംഗ് ആവുന്നു, കട്ടിലാവുന്നു, ആ മരങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മരങ്ങളിൽ നിന്നും ആ മരങ്ങളെ നമ്മൾ തേടി പോകുന്നു. കാരണം നമ്മൾ ഒരാളെന്തായാലും ഒരു വിത്തിട്ട് മരം ഉണ്ടാക്കിയ ഒരാളുണ്ടാവും, അയാൾക്കൊരു വേദനയുണ്ട്. അതാണ് രണ്ടാമത്തെ കഥയെ പറയുന്നത്. മൂന്നാമത്തെ കഥ പറയുന്നത് അപ്പൂപ്പന്താടിമേൽ ഒരു വിത്തുമായിട്ട് അപ്പൂപ്പന്താടി പറഞ്ഞു പോകുന്നു. അപ്പൊ എല്ലാ കഥകളും കണക്ട് ചെയ്യണം ഒരാളും ഉടനീളം ആ ഒരാളല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇപ്പം ഞാനിതിപ്പോ ഇത് വായിക്കുവാണെങ്കിൽ ഒരാൾ ഉടനീളം ആ ഒരാളല്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്, ഓരോ ഘട്ടത്തിലും ആ ആള് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അപ്പം കഥാകാരൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത്, കഥാകാരൻ വിചാരിച്ചിരിക്കുന്നത് ഈ കഥ മുഴുവനായിട്ട് വായിച്ചു കഴിയുമ്പോൾ എല്ലാ കഥകളിലും ഒരു ഒറ്റപ്പെടൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ കഥയില് പറയുന്ന മരങ്ങളെല്ലാം നശിപ്പിച്ച് മരുഭൂമിയാക്കിയിട്ട് ഒരു മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ പൂവുകളുണ്ടല്ലോ, പൂവുകളിൽ നിന്ന് ഒരു മണം, നമ്മൾ ആത്മാക്കളുടെ മണമാണെന്ന് വരുന്ന ആത്മാവിന്റെ സുഗന്ധം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ അച്ഛൻ കുട്ടിയുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ ആക്സിഡന്റ്, രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം അമ്മ ഒറ്റക്കായി പോകുന്ന ഒരു കഥയാണത്. ആ കഥ അമ്മ അവിടെ ഇവരെ പറ്റി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനും അതെങ്ങനെ സംഭവിച്ചു, ആ ഒറ്റപ്പെടലിൻ്റെ ഒരു ഇത്, പൂക്കളുടെ മണം, എല്ലാം ഒരു പ്രകൃതിയായിട്ടൊരു ബന്ധപ്പെട്ടൊരു ഇതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എല്ലാ കഥകളിലും അങ്ങനത്തെ ഒരു ഒറ്റപ്പെടലുകൾ പല രീതിയിൽ വന്നു വിടുന്നുണ്ട്. അതിന്റെ ഒരു ഇതാണ് ഈ കഥയിലെല്ലാം. ഒരു 14 കഥ അത് തന്നെയാണ് പറയുന്നത്, ഒറ്റപ്പെടലിന്റെ കഥകളാണ്. ആത്മാവിന്റെ സുഗന്ധം ഈ അല്ലേ, അതിലൊരു പാരഗ്രാഫ്: മകന്റെ പിറവിക്ക് ശേഷം ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ കഴിഞ്ഞിട്ടും നമ്മൾ അകലങ്ങളിലായിരുന്നല്ലോ. ഇന്ന് നീയും രാജനും ഈ വീട്ടിൽ കഴിയുന്ന പോലെ. ഞാൻ അറിയാതെ നീ മകനെ കൊണ്ട് എന്നെ പപ്പ എന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നിൽ എത്ര സന്തോഷമാണ് നിറച്ചതെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. വലിയ മനോയുദ്ധങ്ങളുടെ 21 വർഷങ്ങളാണ് കടന്നുപോയത്. വർഷങ്ങൾ താണ്ടി നിന്നെ തേടി വന്ന ആ കത്തുകൾ ഞാൻ കാണാതെ നശിപ്പിക്കാൻ നിനക്ക് ആവുമായിരുന്നല്ലോ. പഴയ പ്രണയത്തിന്റെ ഓർമ്മകൾ നിന്നിലേക്ക് പകർന്നു നൽകുവാൻ ഇപ്പോൾ എവിടെ നിന്നാണ് അയാൾ മടങ്ങി വന്നത്? അല്ലെങ്കിൽ രാമചന്ദ്രൻ എന്ന വിഡ്ഢിയെ വീണ്ടും വിഡ്ഢിയാക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? വളരെ നിഗൂഢമായ അല്ലേ? ഇതില് കഥ വായിച്ച ശേഷം ഒരു വട്ടം കൂടി വായിച്ച് വീണ്ടും വായിച്ച് മനസ്സിലാവുന്നില്ല. കുറച്ചും കൂടി രണ്ടാമത് എല്ലാവരും ഈ ഈ പുസ്തകത്തിനെ സ്നേഹിക്കുന്നവരും ഇതിനെപ്പറ്റി റിവ്യൂ പറയുന്നവരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ 9-ാം തീയതി അല്ല, ഒറ്റടിക്കല്ല, ഒരു പ്രാവശ്യം നമുക്ക് കഥ വായിക്കുമ്പോൾ കഥ നമുക്ക് ഇപ്പൊ ഈ കഥയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഈ കഥ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ഒരു കുട്ടി അച്ഛനും യാത്ര ചെയ്യുന്നു, അവർ ആക്സിഡന്റ് ആയ വിവരം വിളിച്ചു പറയുമ്പോൾ അവർ മരണപ്പെട്ട വിവരം മാതാവ് അറിയുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടിയും മരിച്ചു. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആ ഭർത്താവിനെ പപ്പ എന്ന് വിളിക്കാൻ അവൾ ശ്രമിക്കുന്ന കാര്യമൊക്കെ അവൾ ഓർക്കുകയാണ് അയാൾ പറഞ്ഞതായിട്ട്. അപ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക്, ഇവളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വരുന്ന കാര്യവും ഇതൊക്കെ അയാൾ പറയുന്നതായിട്ട് ഈ സ്ത്രീ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു സങ്കല്പങ്ങളാണ് അവിടെ നടന്നു പോകുന്നത്. പക്ഷേ ഈ കഥ കുറച്ചും കൂടി വായിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്കൊരു ട്വിസ്റ്റ്. അതാണ് ഇതിൽ ഈ സിനിമയുടെ ഒരു എലമെന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും വായനക്കാരൻ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് കിട്ടുക. പിന്നെ നമ്മൾ ആ ക്ലൈമാക്സിൽ നമ്മളൊരു അയ്യോ ഇതിങ്ങനെ ഒരു കഥ അവസാനിച്ചല്ലോ എന്ന് തോന്നി രണ്ടാമത് വായിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കും. രണ്ടാമത്തെ വായനയിൽ ആ കഥ ശരിക്കും വർക്കാവും എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ സമസ്യയെ പറ്റി പറയുകയാണെങ്കിൽ, സമസ്യയാണ് നമുക്ക് ഈ കഥ
പുസ്തക പ്രകാശനം നടത്തിയിരിക്കുന്നത്. പുസ്തകം ഇറക്കാനുള്ള എല്ലാ ഫണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ള എല്ലാ കൈക്കരുത്തും നമ്മളെ കൈപിടിച്ച് ഒരു ഈ വേദി കൊണ്ട് നിർത്തിയേക്കുന്നതും സമസ്യ പബ്ലിക്കേഷനാണ്. അവരെ പറ്റി പറയുക. പിന്നെ അതുപോലെ തന്നെ എനിക്കിതിൽ യക്ഷിയും ചിത്രകാരനും എന്ന കഥക്ക് ഒരു പ്രവാസി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആ കഥയിലും ഒരു ഒറ്റപ്പെടലാണ്. അത് ഒറ്റപ്പെടുന്നത് മനുഷ്യന്മാരല്ല, ഒരു എട്ടുകാലിയാണ് ഒരു വീടിൻ്റെ അകത്ത് ഒറ്റപ്പെടുന്നത്. എട്ടുകാലിയുടെ വീക്ഷണകോണിൽ എങ്ങനെ ഒരു മനുഷ്യൻ്റെ കഥ പറയാൻ പറ്റും? ആ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കഥ മത്സരത്തിന് അയച്ചു കൊടുക്കുമ്പോൾ എന്താണ് ഈ കഥയുടെ ഒരു ഉൾക്കരുത്തെന്ന് നോക്കുമ്പോൾ ആ ജസ്റ്റ് ആ ഒരു ചിന്ത മാത്രമാണ് അവരെടുത്തത്. എനിക്ക് തോന്നുന്നു ആ കഥ അത്ര ഇതിലെ ഏറ്റവും നല്ല കഥ അല്ലെങ്കിൽ ഏറ്റവും മോശം കഥ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ കഥ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചിന്ത കറക്റ്റായിരുന്നു. ഒരു എട്ടുകാലി ഒരു വീടിനുള്ളിൽ ഒറ്റപ്പെടുകയും അയാൾ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരെ കണക്ട് ചെയ്യുക. അത് ഇത്ര വർഷമായിട്ട് അവർ കാണുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയായിരിക്കും എനിക്കുക, അല്ല അവരുടെ ജീവിതത്തിൽ അവർ പരസ്പരം പറഞ്ഞു നിന്ന് ആ എട്ടുകാലി ഒരു കഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അത് എനിക്ക് തോന്നിയിട്ട് മുൻപാരെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ഞാനത് എനിക്കൊരു പുതിയ ചിന്തയായിരുന്നു. അങ്ങനെയുള്ള കഥകളാണ് ഇതിൽ വരുന്നത്. ആ എട്ടുകാലി ഒറ്റപ്പെടുന്ന കഥ എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും മോശം കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവര് പുരസ്കാരം ചിന്തക്കാണ്. വായിക്കുന്ന ഓരോരുത്തരും അതിനെടുക്കുന്ന ഓരോ രീതി അവരുടെ സങ്കല്പിക രീതിയിലായിരിക്കുമല്ലോ, അവരുടെ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും. അപ്പം വിപിൻ രാമദാസ്, ഒരുപാട് സന്തോഷം അവർ ടിവിക്കൊപ്പം കുറച്ച് സമയം ഞങ്ങൾക്ക് താങ്കൾ വന്നതിൽ. ഇനിയും ഒരുപാട് കഥകൾ എഴുതാനും ഒരുപാട് പുരസ്കാരങ്ങളും താങ്കളെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. നമസ്കാരം.